ഹായ് കൂട്ടുകാരെ, ഡി എസ് കാണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റുമായിട്ടാട്ടോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കേട്ടോ വിയറ്റ്നാം മാൾട്ട മുസമ്പി. ഈ വിയറ്റ്നാം മാൾട്ട മുസമ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പച്ചയിലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ വിയറ്റ്നാം മാൾട്ട മുസമ്പി. നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് മുസമ്പി. അതുമാത്രമല്ല, ഇതിൻ്റെ കായ 500 ഗ്രാമിന് മേലെ വലിപ്പവും വെക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മുസമ്പിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു ഓൾ സീസൺ വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴും തന്നെ കാൽ ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതുമാത്രമല്ല, ഒരു 1.5-2 വർഷം കൊണ്ട് തന്നെ നമുക്കിതിൽ കായ് ലഭിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത് ഒരുപാട് പ്രായമുള്ളതൊന്നും അല്ല കേട്ടോ. 2 വർഷം പ്രായമുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും. നമ്മളിത് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിവളം ചെടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും കേട്ടോ. നമ്മളതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുഴി കുത്തിയിട്ട് അതിലേക്ക് ചകിരിച്ചോറ്, ചാണകപ്പൊടി, മേൽമണ്ണ്, ഒരു കൈ വേപ്പിൻ പിണ്ണാക്ക്, ഒരു കൈ എല്ലുപൊടി, കുറച്ച് കരിയിലപ്പൊടി, ഇത്രയും മിക്സ് ആക്കിയിട്ടുള്ള ഈ പോട്ടി മിക്സ് ഈ കുഴിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ നടാനുള്ള ചെടി എടുത്ത് നടുക. അപ്പം ആ ചെടിയിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിവളം കിട്ടും. അത് കഴിഞ്ഞ് നട്ട് കഴിഞ്ഞ് നല്ലോണം നനച്ച് കൊടുക്കുക. പുതിയ നാമ്പ് വന്നതിന് ശേഷം, അതായത് പുതിയ തളിപ്പ് വന്നതിന് ശേഷം നമ്മളതിന് ഒരു 15-20 ദിവസം കൂടുമ്പോൾ NPK സ്പ്രേ ചെയ്ത് കൊടുക്കുകയും പിന്നെ ചാണകം പുളിപ്പിച്ചൊഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈറ്റായിട്ട് കേട്ടോ, പുളിപ്പിച്ച ചാണകം ഡയറക്റ്റ് അത്രയും സ്ട്രോങ് ആയിട്ട് ഒഴിക്കരുത്. അതിന് നേർപ്പിച്ചിട്ട് ആ വെള്ളം ഒരു 20 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുകയും കൂടെ ചെയ്താൽ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ് പെട്ടെന്ന് വലുതാവും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് എന്താ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ചെടികളൊന്നും ഒരുപാട് പ്രായമുള്ള ചെടികളല്ല കേട്ടോ. വളരെ ചെറുതിലേ തന്നെ കായ് പിടിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിനുള്ളത്. 3.5 അടി ഹൈറ്റിൻ്റെ അടുത്ത് ഉള്ള പ്ലാന്റാണ്. ഓണം ഓഫറുമായി ബന്ധപ്പെട്ട് അത്രയും വലിയ പ്ലാന്റ് നമ്മൾ 350 റുപ്പീസിനാട്ടോ കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മളിത് കൊറിയർ ചെയ്ത് തരും കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും. DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇതാട്ടോ പ്ലാന്റ് സൈസ്. ഇത്രയും വലുപ്പമുള്ള പ്ലാന്റാണ് 350ക്ക് തരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് നെക്സ്റ്റ് ഇയർ തന്നെ അത് ഫ്ലവറിങ് സ്റ്റേജിലായിരിക്കും കേട്ടോ. അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.